ഹലോ ഡിയർ മക്കളെ മക്കളെ ക്രിസ്മസ് എക്സാമിൻ്റെ +2ൻ്റെയും +1ൻ്റെയും ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. സോ ഇനി നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ 9-ാം തീയതി തന്നെയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വളരെ കുറച്ച് ദിവസങ്ങളെ മുന്നിലുള്ളൂ. ഡേറ്റ് നമ്മൾ ഓൾറെഡി കിട്ടിയാണ്. ഇനി ഏതൊക്കെ എക്സാമാണ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. സോ സെക്കൻഡ് ഇയറിൻ്റെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. സെക്കൻഡ് ഇയറിൻ്റെ ഈ വീഡിയോ പറയും, +1ൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് ഞാൻ പറയുന്നത് കേട്ടോ മക്കളെ. അപ്പോൾ സെക്കൻഡ് ഇയർ മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക. സെക്കൻഡ് ഇയർ ആണ് പറയുന്നത് കേട്ടോ. സെക്കൻഡ് ഹയർ സെക്കൻഡറി സെക്കൻഡ് ടൈമിൽ എക്സാമിനേഷൻ ഫോർ സെക്കൻഡ് ഇയർ കേട്ടോ. സെക്കൻഡ് ഇയർ കുട്ടികൾക്കാണ് 9-ാം തീയതി തിങ്കളാഴ്ച രാവിലെയാണ് നിങ്ങളുടെ എക്സാം. മക്കളെ +2 കുട്ടികൾക്ക് രാവിലെയാണ് എക്സാം. നിങ്ങളുടെ ഫസ്റ്റ് എക്സാം ഫിസിക്സ് ആണ്. ഓക്കെ, ഞാനിപ്പോൾ സയൻസിൻ്റെ ആണ്, കാരണം ഞാൻ സയൻസ് അധ്യാപകനായിട്ട് സയൻസിൻ്റെ ആണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്ത് പറയുന്നത്. മക്കളെ നിങ്ങളുടെ ഹ്യൂമാനിറ്റീസ് കുട്ടികളും കൊമേഴ്സ് കുട്ടികളും നിങ്ങളുടെ ടൈം ടേബിൾ നോക്കുക കേട്ടോ. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ നോക്കുക. സോഷ്യോളജി അന്നത്തെ ദിവസം തന്നെ ഉണ്ട്. സോ അതിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കേ അറിയത്തുള്ളൂ. സോ ഫിസിക്സിൻ്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എത്ര സമയം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം കേട്ടോ. അത് 60 മാർക്കിൻ്റെ എക്സാമുകളെല്ലാം നമുക്ക് 2 മണിക്കൂറും ബാക്കി 80 മാർക്കിൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷും 2.5 മണിക്കൂറാണ് നിങ്ങളുടെ എക്സാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് നിങ്ങളുടെ സ്കൂളുകാരെല്ലാം തയ്യാറാക്കുന്നത് നമ്മുടെ ബോർഡാണ് കേട്ടോ. സോ ആ ക്വസ്റ്റ്യൻ പേപ്പറായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ 9-ാം തീയതി ഫിസിക്സ് കഴിഞ്ഞാൽ 10-ാം തീയതി തൊട്ടടുത്ത ദിവസം നിങ്ങളുടെ എക്സാം, സയൻസ് കുട്ടികളുടെ എക്സാം കമ്പ്യൂട്ടർ സയൻസ് ആണ്. കാരണം ബയോളജിക്കാർക്ക് അന്നില്ല. സോ എല്ലാം രാവിലെയാണ് കേട്ടോ. രാവിലെ തൊട്ട് ഉച്ചവരെ ഉള്ളൂ. അന്ന് കമ്പ്യൂട്ടർ സയൻസ് ആണ്. പിന്നെ അന്ന് കൊമേഴ്സുകാർക്ക് ഉള്ള സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുക മക്കളെ. അത് കഴിഞ്ഞ് പിന്നെ തൊട്ടടുത്ത ദിവസം 11-ാം തീയതിയാണ് നമ്മൾ വിചാരിച്ച നമ്മളുടെ സബ്ജക്റ്റ് മാത്സ്. ശരിക്കും അതൊരു 4-മത്തെ അല്ലെങ്കിൽ 3-മത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുമെന്ന് തന്നെ പ്രതീക്ഷിച്ചായിരുന്നു. അത് ഏതായാലും 3-മത്തെ സബ്ജക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് മാത്സ്. അത് ബുധനാഴ്ചയാണ്, രാവിലെ തന്നെയാണ്. സോ നമുക്ക് സമയം അവിടെ ഇടയ്ക്ക് സമയമില്ല, ഗ്യാപ്പില്ല നിങ്ങൾ പറയില്ല. കാരണം ഇനി നിങ്ങളുടെ മുന്നിൽ ഏകദേശം ഒരു 10-12 ദിവസത്തോളം ഉണ്ട് മക്കളെ. നന്നായിട്ട് യൂസ് ചെയ്താൽ സിമ്പിളായിട്ട് നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ 11 കഴിഞ്ഞാൽ പിന്നെ 12 വ്യാഴാഴ്ച കെമിസ്ട്രി ആണ്. 13-ാം തീയതി നിങ്ങൾക്ക് എക്സാം ഇല്ല. സയൻസ് കുട്ടികൾക്ക് എക്സാം ഇല്ല. അന്ന് കൊമേഴ്സ് കുട്ടികൾക്ക് അക്കൗണ്ടൻസി ഉണ്ട്. സയൻസ് കുട്ടികൾക്ക് അന്ന് എക്സാം ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കണം, 9 കഴിഞ്ഞാൽ 10, 10 കഴിഞ്ഞാൽ 11, 11 കഴിഞ്ഞാൽ 12, 4 എക്സാം അടുപ്പിച്ചുണ്ട്. പക്ഷെ അവിടെ ബയോളജിക്കാർക്ക് ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് ഈ ഒരു ദിവസം എക്സാമുകളൊന്നും ഇല്ല. സോ 9 കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ ഒരു ദിവസം ധാരാളം സമയമുണ്ട്. 9 കഴിഞ്ഞാൽ 10-ാം തീയതി മൊത്തമായിരുന്നു നിങ്ങൾക്ക് മാത്സ് പഠിക്കാം. പക്ഷെ അന്ന് മാത്സ് പഠിക്കാൻ അന്നത്തെ ദിവസം നിങ്ങൾ ഉപയോഗിക്കില്ല, അന്ന് റിവൈസ് ചെയ്യാൻ ഉപയോഗിക്കുക കേട്ടോ മക്കളെ. അത് കഴിഞ്ഞാൽ പിന്നെ ബയോളജിക്കാർക്ക് പിന്നെ 13-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങൾക്ക് എക്സാം ഇല്ല. സയൻസുകാർക്കാർക്കും എക്സാം ഇല്ല. പിന്നെ തിങ്കളാഴ്ച ബയോളജി സ്റ്റുഡൻസിന് ബയോളജി എക്സാം ആണുള്ളത്. അന്ന് കമ്പ്യൂട്ടർ സയൻസുകാർക്കില്ല. അവർക്ക് സമാധാനമായിട്ടിരുന്ന് പിറ്റേ ദിവസത്തെ ഇംഗ്ലീഷ് പഠിക്കാം. 17-ാം തീയതി ഇംഗ്ലീഷാണ്. 18-ാം തീയതി സെക്കൻഡ് ലാംഗ്വേജ്. സോ 18-ാം തീയതി കൊണ്ട് നിങ്ങളുടെ എക്സാമുകൾ കഴിയും. 19-ാം തീയതി കൊമേഴ്സ് കുട്ടികളുടെ എക്സാം കഴിയും. എക്കണോമിക്സ് 19-ാം തീയതിയാണ്. മക്കളെ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ 9-ാം തീയതി ഫിസിക്സ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്കുണ്ട്. പിന്നെ 11-ാം തീയതി മാത്സ് ആണ്. 12-ാം തീയതി കെമിസ്ട്രി. ഓക്കെ, 13-ാം തീയതി സയൻസ് കുട്ടികൾക്ക് ഇല്ല, എക്സാം ഇല്ല. പക്ഷേ അന്ന് അക്കൗണ്ടൻസി കൊമേഴ്സ് കുട്ടികൾക്കുണ്ട്. 16-ാം തീയതി ബയോളജിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ശനിയും ഞായറും ഇരുന്ന് സമാധാനമായിട്ട് ഇന്ന് ബയോളജി സ്റ്റുഡൻസിൻ്റെ ബയോളജി പഠിക്കാം. കൊമേഴ്സ് കുട്ടികൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷും പഠിക്കാം. നിങ്ങൾക്ക് അവിടെയാണ് ശരിക്കും ഫിസിക്സിനും മാത്സിനൊക്കെയാണ് കുറച്ച് ദിവസങ്ങൾ വേണ്ടി വരേണ്ടിയിരുന്നത്. പക്ഷേ ഇംഗ്ലീഷിനും സെക്കൻഡ് ലാംഗ്വേജിനൊക്കെയാണ് നിങ്ങൾക്ക് ധാരാളം പഠിക്കാനുള്ള അല്ലെങ്കിൽ റിവൈസ് ചെയ്യാനുള്ള സമയം കൂടുതലുള്ളത് കേട്ടോ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മക്കളെ, ഫിസിക്സിനും കെമിസ്ട്രിക്കും ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്സിനും ഒക്കെ സമയം അവിടെ ഇല്ല. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് സമയമുണ്ട്. ഈ സമയം നന്നായിട്ടിരുന്ന് യൂസ് ചെയ്താൽ ആ സമയം നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ നിങ്ങളുടെ മാത്സുകാരുടെ പോർഷൻസ് പറയുവാണെങ്കിൽ മക്കളെ, നിങ്ങളുടെ +2 കുട്ടികൾക്ക് 3 ഡയമെൻഷണൽ ജോമെട്രി, അതായത് അവസാനത്തെ 2 ചാപ്റ്റർ ഒഴിച്ച് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങളുടെ സെക്കൻഡ് ടേമിനൽ ഈ ക്രിസ്മസ് എക്സാമിനുണ്ട്. അതായത് 20% ഇപ്പോൾ വന്ന അറിവനുസരിച്ച് 20% മാർക്ക് നിങ്ങളുടെ ഫസ്റ്റ് ടേമിൽ നിന്ന് കാണും. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻ ഓഫ് ഫംഗ്ഷൻ, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി, മെട്രിക്സ്, ഡിറ്റർമിനൻ്റ് എന്നൊക്കെ 20% ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ മക്കളെ. ബാക്കി 80% ക്വസ്റ്റ്യൻസും ഇൻ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഡിഫറൻസിയേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് തുടങ്ങിയ വെക്ടർ അൽജീബ്ര 3 ഡയമെൻഷണൽ
ഇതിൽ നിന്നൊക്കെ ആയിരിക്കും. അതിനകത്ത് 3 ഡയമെൻഷനിലും വെക്ടറിനകത്തു നിന്നൊക്കെ എസ്സേ ക്വസ്റ്റ്യൻ ആയിരിക്കും വരാൻ പോകുന്ന മക്കളെ. പിന്നെ ഇൻ്റഗ്രൽസിൽ നിന്ന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വേണം പഠിച്ച് മുന്നോട്ട് പോകാൻ കേട്ടോ. പിന്നെ മക്കളെ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ടഫായിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഏതാണ് ഇപ്പോൾ ഇൻ്റഗ്രൽസ് ചിലപ്പോൾ ടഫായിരിക്കും. സോ ഏത് ചാപ്റ്റർ ആണെന്ന് പറഞ്ഞാൽ കൂടുതൽ കുട്ടികൾ കമൻറ്റ് ചെയ്യണം ഏത് ചാപ്റ്ററാണ്, ആ ചാപ്റ്റർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ മക്കളെ. അപ്പോൾ എന്തായാലും കുറച്ച് സമയമുള്ളൂ, നന്നായിട്ടിരുന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ, ടൈം ടേബിൾ വരാൻ വേണ്ടിയിരുന്ന വെയിറ്റിംഗ്, ഇനി പഠിച്ചു തുടങ്ങുക. ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ? യെസ്. അപ്പോൾ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോസൊക്കെ പ്രതീക്ഷിക്കാം മക്കളെ. ആ വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ കൂടെയും കൂടുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക കേട്ടോ. ഓക്കെ മക്കളെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.